പാകിസ്ഥാൻ ഇതിനു വേണ്ടി ഉടനെ എന്നും ഒരു രീതിയിലും പ്രചരിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം സമ്മൽ ചുങ്ലുമിൻ 1-1.5 മണിക്കൂർ വീണ്ടും അവര് ഡ്രോൺ അയച്ചു. പിന്നെ ലൈൻ ഓഫ് കൺട്രോളില് ഈ പാകിസ്ഥാന്റെ ബോർഡർ പ്രദേശങ്ങളിലെ പലർത്തും അവർ ഷെല്ല് ചെയ്തു. ഇതൊക്കെ ശരിയാണ്. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, DGMO വിളിച്ചു പറഞ്ഞു, കേട്ടല്ലോ, ഇതിന് തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഇതിലും കനത്ത പ്രഹരമായിരിക്കും, അതുകൊണ്ട് നിർത്തിയേക്കാൻ പറഞ്ഞു. നമസ്കാരം. 3 ദിവസം നിന്ന യുദ്ധം, പാകിസ്ഥാൻ സ്വയം പ്രഖ്യാപിച്ച യുദ്ധം, ഇന്ത്യ ഭീകരരെ വേട്ടയാടിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭീകരരെ വേട്ടയാടിയപ്പോൾ 9 കേന്ദ്രങ്ങളാണ് ചുട്ടരിച്ചത്. 100ഓളം ഭീകരരെയാണ് കൊന്നൊടുക്കിയത്. അതിനുശേഷം പാകിസ്ഥാൻ ഷെല്ലാക്രമണവും മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം ഉപയോഗിച്ച് പാകിസ്ഥാനെ തകർത്തു. അതിൽ ഏറ്റവും ഭീകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് കിരാന ഹില്ലിനുള്ളിലുള്ള ഹിരാന കുന്നുകൾക്കുള്ളിൽ അടിയിൽ തുരങ്കം ഉണ്ടാക്കി അതിനുള്ളിൽ സൂക്ഷിച്ച ആണവായുധങ്ങളായിരുന്നു. ആ ആണവായുധങ്ങൾ തകർത്തതിനെക്കുറിച്ച് ഇന്ത്യ മിണ്ടിയതേയില്ല, ഈ നിമിഷം വരെ പറഞ്ഞില്ല. പക്ഷേ ബ്രഹ്മോസ് മിസൈൽ അവിടെ ആ ഹില്ലിൻ്റെ അതിൻ്റെ മുഖം, അതായത് അങ്ങോട്ടുള്ള ഉള്ളിലേക്കുള്ള വഴി പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് മണ്ണിട്ട് മൂടിയതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോ ആണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ആണവായുധങ്ങൾ സൂക്ഷിച്ച ആ മല പൂർണ്ണമായും മണ്ണിടിച്ച് തകർത്ത് അത് ആണവായുധങ്ങൾ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. മാത്രമല്ല നമ്മൾ അതിനുശേഷം ഇതിനോട് ബന്ധം നൂർഖാൻ എയർപോർട്ടാണ് തൊട്ടടുത്തുള്ളത്. ഇതിലെ ട്രാക്കുകളെല്ലാം റോഡുകളെല്ലാം മിസൈൽ പതിച്ച് തകർത്ത് കളഞ്ഞു. അതായത് അവിടെ നിന്ന് മിസൈലുകൾ കൊണ്ടുവരുന്നതിനോ ന്യൂക്ലിയർ ആയുധങ്ങൾ ആണവായുധങ്ങൾ കൊണ്ടുവരുന്നതിനോ കൊണ്ടുപോകുന്നതിനോ പറ്റാത്ത അവസ്ഥയിലെത്തു. ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കും ഇത് ശരിയാക്കിയെടുക്കാൻ. അതായത് യുദ്ധത്തിൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടും അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞ പ്രത്യേക സംഭവമാണിത്. ഇത് എന്നോട് ആദ്യം പറഞ്ഞിട്ടുള്ളത് കേണൽ ഉണ്ണിത്താനാണ്. അദ്ദേഹം യുദ്ധത്തിൻ്റെ ഓരോ വിഗതികളും അറിയാം. അദ്ദേഹം കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ നയിച്ച പോരാട്ട നായകനാണ്. അദ്ദേഹം ചൈനയും പാകിസ്ഥാനും ഇന്ത്യയും ഇന്ത്യയുടെ ബോർഡറുകളും എല്ലാം അറിയുന്ന, യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന ഒരു പോരാട്ട നായകൻ, ഒരു ബറ്റാലിയനെ നയിച്ചുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ വിവരങ്ങളാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. അതായത് പാകിസ്ഥാൻ യുദ്ധത്തിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുക, നമ്മുടെ 4 പേരെ, അതായത് പഹൽഗാമിൽ വന്ന ഭീകരർ ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്ന് 26 വിധവകളെ സൃഷ്ടിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മൾ തിരിച്ചടിക്കാൻ കാരണമായ ആ 4 ഭീകരരെവിടെ എന്നുള്ള ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി അദ്ദേഹം പറയുന്നു, പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ളൊരു നഷ്ടം ഒരിക്കലും നികത്താവുന്നതല്ല. ആദ്യം അവർ പേടിച്ചരണ്ടിട്ടാണ് അമേരിക്കയുടെ കാല് പിടിച്ചത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് കേണൽ ഉണ്ണിത്താൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാം. നമസ്കാരം കേണൽ ഉണ്ണിത്താൻ. അതിൻ്റെ അകത്തെ അങ്ങനെ നേരത്തെയുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം, ഇന്ത്യ കൃത്യമായി ലക്ഷ്യം വെച്ചത് പാകിസ്ഥാന്റെ ഈ ഭീകരർക്കെതിരെയുള്ള നടപടിയാണ്. അത് പൂർണ്ണമായിട്ട് വിജയിച്ചിരുന്നു. 2, പാകിസ്ഥാന് ഒരു ഇന്ത്യക്കെതിരെ നീങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരെ ചിറക് ഒടിച്ചു കളഞ്ഞു എല്ലാ മേഖലകളിലും എന്നാണ്. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം എന്താണ്, ഈ ഇന്ത്യയിൽ 4 പേർ വന്ന് 26 പേരെ വെടിവെച്ച് കൊന്നു. അവരെ ഇതുവരെ പിടിക്കാൻ പറ്റിയില്ല. അവരെവിടെ പോയി, എങ്ങനെ വന്നു, ഏത് വഴിക്ക് പോയി എന്ന് കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യ എങ്ങനെയാണ് ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത്? ഈ ക്വസ്റ്റ്യന് അതിന് റെലവൻസ് ഇല്ല. കാരണം എന്താണെന്ന് അറിയാമോ? സ്വന്തമാർ ഒരു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി അല്ലെങ്കിൽ ചൈനയുടെ അതിർത്തിയില് ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ല, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നതുകൊണ്ട് ഒന്ന് പോവുക. അത് സമ്മർ സീസണിൽ പോവുക, കാരണം ഈ സമയത്ത് പോവുക. വിന്ററിലാണെങ്കിൽ നമുക്ക് അവിടെ -30, -40, -50 ഡിഗ്രി ഒക്കെ ആവും. അപ്പോൾ അറിയാം പർവ്വതങ്ങളുടെ നമുക്ക് ഒരു പ്രോപ്പർ ഡിമാർക്കേഷൻ ഇല്ലാത്തടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഐബോൾ ടു ഐബോൾ കൺഫ്രണ്ടേഷനില് പോസ്റ്റിലിരിക്കുന്ന പട്ടാളക്കാരുടെ ജീവിതം എന്താണെന്നും അതിൽ കൂടെ നുഴഞ്ഞു കയറുന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നും അതിനവർ വെടിവെച്ച് നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, അതിന് നടന്നു കയറാൻ കാൽവരി പാതകൾ പലയിടത്തും ഉണ്ടെങ്കിൽ മലകൾ കയറി വരുന്നതും ഇതൊന്നും അറിഞ്ഞുകൂടാത്ത
ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അത് അവരുടെ കുഴപ്പമല്ല. അതുകൊണ്ട് 4 or 5 ആൾക്കാരാണ് ഉഗ്രവാദികളാണ് വന്ന് അവിടെ ഈ കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നു. അവരുടെ പടങ്ങളുമൊക്കെ ഇതിലാണെങ്കിൽ പാകിസ്ഥാന്റെ ആർമിയുടെ റെഗുലർ ഫോഴ്സിൽ യൂണിഫോം ഇട്ട് പാകിസ്ഥാനിൽ ട്രെയിനിങ് കിട്ടിയ പിന്നെ ആൾക്കാരും ഉണ്ടെന്നാണ് അറിയുന്നത്. അവർക്ക് വെളിയിൽ നുഴഞ്ഞു കിടന്ന് വെളിയിൽ തിരിച്ചു പോകുന്നുള്ള എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഈ സ്ലീപ്പിംഗ് സെൽസ്, ഉറങ്ങിക്കിടക്കുന്ന പാകിസ്ഥാന്റെ ഉഗ്രവാദത്തെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട്. ഈവൻ ഹൈദരാബാദിലുണ്ടെന്ന് ഞാൻ കേട്ടു. ഹൈദരാബാദില് നമ്മുടെ ഇന്ത്യയുടെ സെന്റർ ആണ്. അതുപോലെ തന്നെ കേരളത്തിലുമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പലയിടത്തും ഉണ്ട്, റൈറ്റ്. അപ്പൊ അതുപോലെ ജമ്മു കാശ്മീരിലാണെങ്കിൽ ഇത് ഒരുപാടുണ്ട്. ഇവരാണെങ്കിൽ ഇവരുടെ വയറ്റ് തടിച്ചു. അതാണിപ്പോ മനസ്സിലായത്. 2.5 ലക്ഷം ടൂറിസ്റ്റുകളുടെ പിന്നെ കാശ്മീരിലെ വിസിറ്റ് ക്യാൻസൽ ചെയ്തു. ഇവർക്ക് കിട്ടേണ്ട വരുമാനം ഇതാണ്. മറ്റുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രീസോ വ്യവസായങ്ങളോ ഒന്നുമില്ല. പക്ഷേ പ്രൈം മിനിസ്റ്റർ മോദി കഴിഞ്ഞ ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ശേഷമാണ് 4 വർഷമായിട്ട് പിന്നെ പല രീതിയിലും അവിടെ ഇൻഡസ്ട്രീസ് കൊണ്ടുവരുന്നു, ആൾക്കാരെ അവിടെ ഒന്ന് സ്ഥലം വാങ്ങിക്കുന്നതും സ്ഥലം അലോട്ടിനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും, അതിന് സമയമെടുക്കും, റൈറ്റ്. പക്ഷേ ടൂറിസം കൊണ്ട് സർവൈവ് ചെയ്യുന്ന അതും പ്രത്യേകിച്ചും എക്സ്ട്രീം വിന്ററിൽ വളരെ വളരെ അപൂർവമാണ്. 6 മാസത്തെ ആ ടൂറിസ്റ്റ് സീസണിൽ ഇവർ ഇഷ്ടം പോലെ കാശുണ്ടാക്കും. ഒരു പോണി, ഒരു കഴുതയുടെ പുറത്ത് ഇപ്പൊ പിന്നെ അമർനാഥിലേക്ക് ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ 5000, 6000, 10,000 രൂപയൊക്കെ അവർ ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടുന്ന് 5 മണിക്കൂർ യാത്രയുണ്ട് തിരിച്ചവരെ കൊണ്ടുവരുന്നതിനും. അപ്പൊ അങ്ങനെ കാശുണ്ടാക്കുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ നുഴഞ്ഞു കയറി 26 വരെ കൊന്നതിന് ഇതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള പിന്നെ UP-യിൽ നിന്നൊരു ലേഡി 3 ദിവസം മുമ്പ് അവർ കഴുതയുടെ പുറത്ത് കയറി പിന്നെ പഹൽഗാമിന്റെ ഈ നടന്ന പിന്നെ ബൈസറൻ വാലിയിലേക്ക് പോയപ്പോൾ അവര് നടന്ന ഉറുദുവിലുള്ള സംഭാഷണം അവർക്ക് മനസ്സിലായി. കാരണം UP-യിലുള്ളവർക്ക് ഉറുദു മനസ്സിലാവും. അവരെ സാറ്റലൈറ്റ് ഫോണിൽ കൂടെ വിളിച്ച് പിന്നെ ആരോ ഒരു പോണി ഹാൻഡിലർ, ഈ പോണിയുടെ പിന്നെ കൊണ്ട് നടക്കുന്ന ഒരുത്തനായിട്ട് ഉഗ്രവാദി അവൻ വന്നപ്പോൾ സംസാരിച്ച ചില കാര്യങ്ങളെ അവരാണെങ്കിൽ NIA-ക്ക് കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ഉള്ളടക്കം എന്ന് പറയാൻ ഞാൻ അല്പം ഇതിന്റെ പറഞ്ഞോട്ടെ. അവർ പറഞ്ഞതാണെങ്കിൽ ഏതാണ്ട് 10-20 റൈഫിൾസ് എത്തിയിട്ടുണ്ട്, അത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന്. രണ്ടാമതാണെങ്കിൽ ഞങ്ങൾ ഈ പല പ്രാവശ്യം ഇവിടെ ആൾക്കാരെ ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എവിടെ എപ്പോഴ് എന്നുള്ളത് ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ജാതിക്കാരാണ്? ഹിന്ദുക്കളാണ്. അപ്പോൾ എവിടുന്ന് വരുന്നു? നിങ്ങൾക്ക് ഉറുദു മനസ്സിലാവുന്നത്? അവർ പറഞ്ഞില്ല. എങ്ങനെ മനസ്സിലാവില്ലെന്ന് അവർ നടിച്ചു. അപ്പൊ ഇവൻ ഉറുദുവിൽ പറഞ്ഞതോ അല്ലെങ്കിൽ അറബിയിൽ പറഞ്ഞതോ ഇവർക്കാണെങ്കിൽ കുറേയൊക്കെ മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവര് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് അവരിട്ടിരുന്ന ആർമിയുടെ യൂണിഫോം കോമ്പാക്ടേഴ്സ് ഇട്ടിട്ടാണ് വന്നത്. അതിനുശേഷം അത് ഇവരെ കണ്ടപ്പോൾ പിന്നെ ഈ ടൂറിസ്റ്റുകൾ വിചാരിച്ചു പട്ടാളക്കാരാരെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ BSF-ന്റെ ആൾക്കാരായിട്ടും വിചാരിച്ചു. പക്ഷെ വന്നിട്ടാണെങ്കിൽ തോക്ക് വെച്ച് പിന്നെ ട്രൗസർ ഊരിയിട്ട് ഇത് പിന്നെ ഇവൻ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ട് പിന്നെ കൽമ പഠിക്കാൻ പറഞ്ഞിട്ട് ചെയ്യാതെ വന്നപ്പോൾ അന്ന് പോയിന്റ് ബ്ലാങ്കിൽ കൊല്ലുകയല്ലേ. ആ നേവൽ ഓഫീസറുടെ ഭാര്യ 6 ദിവസം മുമ്പാണ് അവരുടെ കല്യാണം കഴിഞ്ഞത്. ഹണിമൂണിന് വേണ്ടി എത്തതാണ്. എന്നെ കൊന്നു, എന്റെ ഭർത്താവിനെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് കേട്ടോ ആരെങ്കിലും കേട്ടോ? അപ്പോൾ ഇത്ര ഹീനമായ പിന്നെ രീതിയിൽ അവർ ചെയ്താൽ അതെ. അതിനുശേഷം ഇതെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു. അവർക്ക് പോണിയുടെ പുറത്തോ അല്ലെന്നുണ്ടെങ്കിൽ വഴിയിൽ ആ ഇട്ടിരുന്ന യൂണിഫോം എല്ലാം ഊരിക്കളഞ്ഞ് അവരാണെങ്കിൽ അവിടുന്ന് പിന്നെ താഴെ വരും. വന്നതിന് ശേഷം അവർ വണ്ടികളും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കാണും. ബോർഡർ ക്രോസ് ചെയ്തോ എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ അടിച്ചു പെറുക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്താണ് ഈ പിന്നെ യുവമാര് ചെയ്ത 26 വരെ ശരിയാണ്, 27 വരെ. പക്ഷേ മുറിവേൽക്കുന്നത് എവിടെയാണ്? ഇപ്പോഴാണ് മുറിവേറ്റത്. ഇവന്റെ ആപ്പീസ് കൂട്ടെന്ന് പറയും, നമ്മുടെ ശുദ്ധമായ നാടൻ ഭാഷയെ പറയില്ലയോ. അവ ചിറകൊടിച്ചു, ശരിയാണ് അത് പറഞ്ഞത്. പറക്കാൻ വയ്യാതെ ജടായുവിനെ പിന്നെ വെട്ടി പിന്നെ ചിറകുകളെ രാവണൻ അതിന് പറക്കാൻ പറ്റിയില്ല. പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഇന്ന് നട്ടെല്ലൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. എത്ര വർഷങ്ങൾ എടുക്കും അത് പറഞ്ഞുകൂടാ. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു, പാഠം പഠിപ്പിച്ചു. 100 ചില്ലുവാനം ഉഗ്രവാദികൾ ഇവന്മാര് നാളെണ്ണം കിട്ടിയില്ലെങ്കിൽ നാളെ അവരെ ഹണ്ട് ചെയ്യും. പ്രൈം മിനിസ്റ്റർ മോദി ബീഹാറിലെ ഈ സംഭവം 3-ാമത്തെ ദിവസം അദ്ദേഹം അവിടെ പറഞ്ഞത് വിൽ ഹണ്ട് ദം ഡൗൺ. വേട്ടയാടി പിടിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം. അതെ, IC 814-ന്റെ എയർക്രാഫ്റ്റ് മോഷിച്ചു കൊണ്ടുപോയതിനെ അതിനെ പിടിച്ചിരുന്ന് കൊന്നില്ലയോ? വർഷങ്ങൾ എടുത്തെങ്കിൽ എന്താ? അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെ പിന്നെ പുൽവാമയില് നടത്തിയ പിന്നെ ആ 40 പേരെ BSF ആരെ കൊന്നതിന്റെ അതിനെ തന്നെ കൊന്നില്ലയോ? അതാണ് ഹണ്ടിങ് ഡൗൺ എന്ന് പറയുന്നത്. വേട്ടയാടുമ്പോൾ ഇന്ന് നാളെയും പറ്റുന്നില്ല, പക്ഷെ അത് നടക്കും. പക്ഷെ ഇനിയും എന്റെ
അനുമാനം, എന്റേതായ ഒരു ഇത് വെച്ച് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇതിനു വേണ്ടി ഉടനെ എന്നും ഒരു രീതിയിലും പ്രചരിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം സമ്മൽ ചുങ്ലുമിൻ 1-1.5 മണിക്കൂർ വീണ്ടും അവര് ഡ്രോൺ അയച്ചു. പിന്നെ ലൈൻ ഓഫ് കൺട്രോളില് ഈ പാകിസ്ഥാന്റെ ബോർഡർ പ്രദേശങ്ങളിലെ പലർത്തും അവർ ഷെല്ല് ചെയ്തു. ഇതൊക്കെ ശരിയാണ്. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, DGMO വിളിച്ചു പറഞ്ഞു, കേട്ടല്ലോ, ഇതിന് തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഇതിലും കനത്ത പ്രഹരമായിരിക്കും, അതുകൊണ്ട് നിർത്തിയേക്കാൻ പറഞ്ഞു. അതനുസരിച്ച് അവർ നിർത്തി. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യങ്ങള്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ 4 പേരെ കിട്ടിയില്ലെങ്കിൽ 100 എണ്ണത്തിനെ കൊന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടത് അത് അപ്രീഷിയേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതുപോലെ പാകിസ്ഥാന്റെ യുദ്ധസന്നാഹങ്ങള്, റഡാർ സിസ്റ്റംസും റൺവേകളും വിമാനങ്ങളും മിസൈൽ സിസ്റ്റംസും ന്യൂക്ലിയർ ഫെസിലിറ്റി വരെ അറ്റാക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു. ഇനി നീ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അതിൽ ഇതിന്റെ 10 മടങ്ങായിട്ടായിരിക്കും ഒരു പക്ഷേ ഇന്ത്യ പ്രതികരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു യുദ്ധം വേണ്ട. പക്ഷെ ഇതിൽ ഞാനൊരു കാര്യം പറയാം. ഇന്ത്യൻ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവര് എയിം പ്ലസ് എന്ന് പറയും. നമുക്ക് ഉദ്ദേശത്തിൽ കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു POK പിടിച്ചടക്കുക. ഒരു ഫുൾ സ്കെയിൽ വാർ നമ്മൾ പിന്നെ ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ആണെങ്കിൽ അവര് പിന്നെ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഓപ്പറേഷൻ ബുനിയൻ അൽ ഉസൂർ എന്ന് പറഞ്ഞ ഒരു ഇത്, പിന്നെ അവരുടെ യുദ്ധത്തിന്റെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു, അതിനെ അവർ പറഞ്ഞു എമർജൻസിയും പ്രഖ്യാപിച്ചു. നമ്മൾ എമർജൻസി ഒന്നും പ്രഖ്യാപിച്ചില്ല, അതിന്റെ ആവശ്യമില്ലതാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഈ പിന്നെ ഇവരുടെ യുദ്ധ സന്നാഹങ്ങളെ ഇതെല്ലാം രണ്ടാമത് ഉണ്ടാക്കിയത് എത്ര വർഷങ്ങൾ എടുക്കും അറിയാം, എത്ര ആയിരം കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഹിറ്റ് വേർ പെയിൻ ഹാർഡ്, ഏറ്റവും കൂടുതൽ വേദനിക്കുന്നിടത്ത് ഇടിക്കുക എന്ന് പറയുക. അതാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തത്. അത് ശരിക്കും കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിന്റെ ഫലമായിട്ടാണ് ഈ പിന്നെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററുടെ ആ പിന്നെ വീഡിയോ, അത് ഞാൻ സ്വന്തമായിട്ടൊന്ന് കേൾക്കണം. അത് പകുതി ഉറുദുവും പകുതി ഹിന്ദിയുമാണ്. അതിലൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറയുന്നത്, ഇവിടെ ആയുധം വെച്ച് കീഴടങ്ങില്ല. 1971 അപ്പൊ പിന്നെ 93,000 പട്ടാളം കീഴടങ്ങിയ പോലെ അല്ല. പക്ഷെ ഇപ്പോൾ നടന്നത് അതിന് തുല്യമായ രീതിയിലാണ്. അവർ തന്നെ ചോദിച്ചു, യുദ്ധം വേണ്ട, നമുക്ക് സീസ്ഫയർ വേണം പിന്നെ എന്ന് പറഞ്ഞ് ഇന്ത്യ സമ്മതിച്ചു. നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അതിന്റെ ക്രെഡിറ്റ് എടുത്തോട്ടെ, സാരമില്ല, ദാറ്റ്സ് ഓക്കെ. ആസ് എ ഫ്രണ്ടിനോ, ഇന്ത്യസ് ഫ്രണ്ടിനോ, നമ്മളൊക്കെ കൂട്ടുകാരൊക്കെ പല കളിതമാശകളും പറയത്തില്ല. അതിലൊന്നായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി എടുക്കുന്നത് അദ്ദേഹം അതിന് പ്രതികരിക്കില്ല. ദാറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി അദ്ദേഹത്തിന്റെ ഗുണം. അല്ലെങ്കിൽ ഇന്ത്യൻ ഡിപ്ലോമസി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ രവിശങ്കർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിറ്റി ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, വെൽക്കം. അടുത്ത